വെൽക്കം ബാക്ക് ടു സാം സ്റ്റോക്സ്. സാം സ്റ്റോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Today with us a musician, composer, mentor and a person who dedicates decades for music ministry. Welcome Benny Cheriyan sir. Welcome sir. Thank you. ബെന്നി ചെറിയാൻ സംഗീത ലോകത്ത് 4 പതിറ്റാണ്ടുകളായി തന്റെ സാന്നിധ്യം പതിപ്പിച്ച ഒരാളാണ്. 8-ാം വയസ്സിൽ ചർച്ച് കോയലിൽ നിന്നും സംഗീതയാത്ര ആരംഭിച്ച അദ്ദേഹം ഇന്ന് നിരവധി വിദ്യാർത്ഥികളുടെ ഗുരുവും സംഗീതത്തിന്റെ ആത്മീയ സൗന്ദര്യം പകർന്നു നൽകുന്ന ഒരു സംഗീത സൃഷ്ടാവുമാണ്. 140-ലധികം ഡിവോഷണൽ സോങ്സ് കമ്പോസ് ചെയ്തിട്ടുള്ള അദ്ദേഹം ഇന്ത്യക്ക് പുറത്തും കൊയർ മിനിസ്ട്രിയിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ചോറ്റാനിക്കരയിൽ 40 വർഷമായി പ്രവർത്തിച്ചു വരുന്ന കോട്സ് അക്കാദമിയുടെ സ്ഥാപകനാണ് അദ്ദേഹം. ഇപ്പോൾ കെനോറ എന്ന കൊയർ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. സംഗീതത്തിന്റെയും ആത്മീയതയുടെയും മനോഹരമായ സംഗമമാണ് ശ്രീ ബെന്നി ചെറിയാൻ. സാറിനെ സാം സ്റ്റോക്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇനി സാറിനെ നമുക്കൊന്ന് പേഴ്സണലായിട്ട് പരിചയപ്പെടാം. സാറിനെ കുറിച്ച് ഒരു 2 വാക്ക് ഷോർട്ടായിട്ട്. എൻ്റെ പേര് ബെന്നി ചെറിയാൻ. ഞാൻ വളർന്നതും പഠിച്ചതും ചെറുപ്പത്തിൽ തൃപ്പൂണിത്തുറ ആയിരുന്നു. അതിനുശേഷം ചോറ്റാനിക്കരയ്ക്ക് ഷിഫ്റ്റ് ചെയ്ത് സംഗീതത്തിലേക്ക് വരുന്നത് തൃപ്പൂണിത്തുറ അന്തരീക്ഷത്തിലായിരുന്നു. കാരണം പള്ളിയുടെ മുമ്പിൽ ജീവിക്കുന്ന എനിക്ക് പള്ളിയിലെ ആരാധനയിലും കാര്യങ്ങളും രാവിലെ തൊട്ട് പങ്കെടുക്കാൻ പറ്റിയിരുന്നു. മിക്കവാറും കളി പള്ളിയുടെ കോമ്പൗണ്ടിലായിരുന്നു. അതിനുശേഷം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് വളർന്നതും പിന്നീട് സംഗീതത്തിലേക്ക് വരുന്നതും. ഇന്ന് ഞാൻ കോട്സ് അക്കാഡമി എന്നൊരു സംഗീത സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. കോട്സ് അക്കാഡമി ഇസ് ദി എക്സാം സെൻറ്റർ ഓഫ് ട്രിനിറ്റി കോളേജ് ലണ്ടൻ. ലാസ്റ്റ് 25 വർഷമായിട്ട് അത് എക്സാം സെൻ്ററായിട്ട് റൺ ചെയ്യുകയാണ്. കോട്സ് അക്കാഡമി തുടങ്ങിയിട്ട് ഏതാണ്ട് 40 വർഷമായിട്ടുണ്ട്. ഇതിനകം വളരെയധികം വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സഭയുടെ സംഗീത വിഭാഗമായ യാക്കോബ സഭയുടെ സംഗീത വിഭാഗമായ കെനോറോൻ്റെ ഡയറക്ടറാണ്. പിന്നെ പല രാജ്യങ്ങളും സന്ദർശിക്കാൻ എനിക്ക് സാഹചര്യം കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് ഓൾ ഓവർ ദി വേൾഡ് സ്റ്റുഡൻസ് ഉണ്ട്. ഈ വിദ്യാർത്ഥികളെ സന്ദർശിക്കാനും അവരുടെ ക്ഷണം സ്വീകരിച്ച് ഓരോ രാജ്യങ്ങളിൽ പോകാനും സാധിച്ചിട്ടുണ്ട്. 10-20 രാജ്യങ്ങൾ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സാർ എത്രാമത്തെ വയസ്സിലാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ജനിച്ചത് തൃപ്പൂണിത്തുറ പള്ളിയുടെ മുമ്പിലായിരുന്നുകൊണ്ട് അവിടുത്തെ ആരാധനയിൽ പങ്കെടുത്തു തുടങ്ങി. പിന്നീട് അവിടെ കൊയർ ഫോം ചെയ്യുമ്പോഴാണ് ഞാൻ സജീവമായിട്ട് ഗായക സംഘത്തിൽ ചേരുന്നത്. അതിനു മുമ്പ് പള്ളിയിലെ ആരാധനയ്ക്ക് മധുവേല ശുശ്രൂഷകനായിട്ട് എന്നെ വിളിച്ചിരുന്നു. പക്ഷേ എൻ്റെ അമ്മ അതിന് സമ്മതം തന്നില്ല. കാരണം അതിനകത്ത് പെരുമാറാനുള്ള പക്വത നിനക്കായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? അമ്മയാണ് എനിക്ക് ഡയറക്റ്റ് ചെയ്തത്. ഈ ആരാധനയിൽ സംഗീതം അത് നിനക്കൊരു ശുശ്രൂഷയായിട്ട് ചെയ്യാം. അമ്മയുടെ സജഷൻ അനുസരിച്ചാണ് ഞാൻ സംഗീതത്തിലേക്ക് തിരിയുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ചെറുപ്പകാലത്തിലേ സാർ ഈ ഫീൽഡിലേക്ക് വന്ന ആളാണെന്ന്. അപ്പോ ഈ ചെറുപ്പം മുതലേ ഇത്രയും നാളും ഈ ഒരു മ്യൂസിക് ജേർണിയിലേക്ക് വരുമെന്ന് സാർ അന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഈ ചെറുപ്പത്തിലെ ഈ ഒരു പാട്ടൊക്കെ ആയിട്ട് നടന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ വളർന്ന സാഹചര്യം തൃപ്പൂണിത്തുറയാണ്. അവിടെ കിട്ടിയ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയം, അതൊരു 10 ദിവസത്തെ പ്രോഗ്രാമുണ്ട്, ഡേ നൈറ്റ് പ്രോഗ്രാമാണ്. പിന്നെ തൃപ്പൂണിത്തുറ വലിയമ്പലത്തിലെ ഉത്സവം. ഇത് സംഗീതത്തിന് നല്ലൊരു അടിസ്ഥാനമായിരുന്നു. ഇനി എവിടെ സംഗീതം കേട്ടാലും എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ അവിടെ ഓടിയെത്തും. മിക്കവാറും പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് എത്തി തീരുന്നവരെ എല്ലാം കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരുന്ന സ്വഭാവമായിരുന്നു. ആ സമയത്ത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ മ്യൂസിക്കിലേക്ക് വരുന്നത്. പിന്നീട് എന്തോ ദൈവാനുഗ്രഹം എന്ന് പറയാം. ഞാൻ കണക്കൂട്ടുന്ന ഇതാണ്, ചെറുപ്പം തൊട്ട് പള്ളിയിലെ ആരാധനയിൽ പാടി ഞാൻ വളർന്നു വന്നുകൊണ്ട് ദൈവം തന്ന ഒരു ഗിഫ്റ്റ്. നീ ഒരു സംഗീതത്തിൽ തന്നെ ജീവിച്ച് വളരണം എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും. അതാ ഞാൻ അറിയുമെന്ന് ആലോചിക്കുന്നത്. അങ്ങനെ എനിക്ക് ദൈവം താലന്ത് പോലെ തന്നതാണ് കോട്സ് അക്കാഡമി. ഈ കോട്സ് അക്കാഡമി തുടങ്ങിയതിന് ശേഷം എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് വളരുവാൻ സാധിച്ചു. കോട്സ് അക്കാഡമി തുടങ്ങി 2 വർഷത്തിനുള്ളിൽ എനിക്ക് ലണ്ടനിലെ ട്രിനിറ്റി കോളേജിൻ്റെ എക്സാം സെൻറ്റർ എന്നുള്ളൊരു സെൻറ്റർ കിട്ടി. തുടക്കത്തിൽ ഞാനൊരു 150 കുട്ടികളെ പ്രതീക്ഷിച്ചാണ് തുടങ്ങിയത്. എങ്കിലും
10,000-ഓളം സ്റ്റുഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. കൊറോണയ്ക്ക് ശേഷം ഞാൻ കട്ട് ഷോട്ട് ചെയ്തു. കാരണം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ട് ഞാൻ കുറേ സെക്ഷൻ, അതായത് ഡിവിഷൻസ് ഒക്കെ കട്ട് ഷോട്ട് ചെയ്തു. ഇപ്പോൾ ഒരു 800 സ്റ്റുഡൻസ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അക്കാഡമിയിലുണ്ട്. ഒഫീഷ്യലായിട്ട് സാർ എവിടെ നിന്നാണ് മ്യൂസിക് എഡ്യൂക്കേഷൻ പഠിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ ഒന്നും പഠിക്കാതെ പള്ളിയിലെ ആരാധനയ്ക്ക് ഞാൻ വായിച്ചിരുന്നു. കാരണം ദൈവം എനിക്ക് തന്ന ഒരു കഴിവായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് ക്രമേണ എനിക്ക് മനസ്സിലായി, ഒരു മ്യൂസിക് ലാംഗ്വേജ് ഉണ്ട് എങ്കിൽ മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു മ്യൂസിക് ലാംഗ്വേജ് ഉണ്ട്, അതൊരു നല്ല ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നന്നായിരിക്കും ചിന്തിച്ച് അതിന് ശേഷമാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. ഇത് ഒരു 10ാം ക്ലാസ്, ഏതാണ്ട് 10-15 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കലാഭവനിൽ ഇൻസ്ട്രുമെൻ്റ് പഠിക്കാൻ പോകുക. അതിനു മുമ്പ് ഞാൻ വായിക്കുമെങ്കിലും എനിക്ക് ഫൗണ്ടേഷൻ ഒന്നുമില്ല. ഏത് പാട്ട് കിട്ടിയാലും വായിക്കും, ഞാൻ പ്രോഗ്രാമിന് വായിക്കും, എല്ലാം ചെയ്യും. പക്ഷേ എന്താണ് സ്കെയില് എങ്ങനെയൊന്നും ഐഡൻറ്റിഫൈ എനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ് സ്കെയില്, എന്താണ് സ്കെയില്, മറ്റുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് വന്നു എന്ന് പറയാം. പണ്ട് കാലങ്ങളിൽ ഈ ഒരു 2.5 കെട്ട 3.5 കെട്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, 2.5 വായിക്കണം എന്ന് പറയും. പിന്നെ അത് മനസ്സിലായി എന്താണ് സ്കെയില്, എന്താണ് 1.5 കെട്ട 2.5 കെട്ട എന്ന് മനസ്സിലാവുന്നത് പിന്നെ പഠിക്കാനും പോയതിന് ശേഷമാണ്. കലാഭവനിൽ വയലിൻ പഠിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ CACയിൽ ഞാൻ പിയാനോ പഠിക്കാൻ പോയി. അന്ന് എനിക്ക് CACയിൽ പിയാനോ ക്ലാസ് എടുത്തത് ഇന്നത്തെ ഫേമസ് മ്യൂസിഷ്യൻ ബേണി സാറായിരുന്നു. ബേണി സാറ് എനിക്ക് പിയാനോ ഒത്തിരി എനിക്ക് ബേസിക് തിയറീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങൾ ഒത്തിരി കാലം ഡിസ്കസ് ചെയ്യും, ക്ലാസ്സിലും ഏറ്റവും കൂടുതൽ ഡിസ്കഷനായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് പുള്ളി നല്ലൊരു റിപ്ലൈ കിട്ടും. അപ്പോൾ എൻ്റെ ആ ക്വസ്റ്റ്യൻ എന്തോ പുള്ളിയുടെ മനസ്സിൽ കണ്ട് എവിടെ വെച്ച് കണ്ടാലും എങ്ങനെയുണ്ടെന്ന് എപ്പോഴും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പോകുന്നത് നാഷണൽ അക്കാഡമിയാണ്. നാഷണൽ അക്കാഡമിയിൽ പോകുമ്പോൾ അത് വയലിൻ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. കരോൾ ജോർജ് ആയിരുന്നു അന്നത്തെ എൻ്റെ ഗുരു. അതായത് എഡ്വേർഡ് നസീർ സാറായിരുന്നു വയലിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. അദ്ദേഹത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് പോകേണ്ടി വന്നുകൊണ്ടാണ് കരോൾ ജോർജ് എനിക്ക് ക്ലാസ് എടുത്തത്. ഇന്ന് കരോൾ ജോർജ് നല്ലൊരു നിലവാരത്തിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ ശിക്ഷണം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയാം. കാരണം എഡ്വേർഡ് നസീർ സാർ ഒരു ഡെഡിക്കേറ്റഡ്, അതായത് എയർഫോഴ്സിലെ ഒരു ഫസ്റ്റ് ഗ്രേഡ് വയലിനിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിക്ഷണം അദ്ദേഹത്തിന് കിട്ടുന്നതിന് കൂടെ എനിക്കും കിട്ടി. ദൈവം അനുഗ്രഹിച്ച് ആ ലെവലിലേക്ക് വരാൻ സാധിച്ചു. അതാണ് എൻ്റെ ആദ്യകാല പഠനം. അപ്പൊ സാർ ആദ്യമായിട്ട് വായിച്ച ഇൻസ്ട്രുമെന്റ് കീബോർഡാണോ? ഹാർമോണിയം. അന്ന് ഹാർമോണിയം ഉള്ളൂ. അന്ന് ഹാർമോണിയം, പിന്നീടാണ് കീബോർഡ് വരുന്നത്. അതായത് 86 ജർമ്മനിക്ക് പോകുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് എനിക്കൊന്നും വലിയ കപ്പാസിറ്റി ഒന്നുമില്ല. അവിടെ നിന്ന് ഒരു കീബോർഡ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നു. ആ കീബോർഡ് ഇവിടെ ഓരോ ഗാനമേള ട്രൂപ്പുകാർ, കൊച്ചിൻ ബീറ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ അവർ വാടകയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വാടക കിട്ടുന്നത് എനിക്ക് വളരെ അസറ്റായിരുന്നു. അങ്ങനെ സേവ് ചെയ്ത പൈസ കൊണ്ടാണ് ഇന്നത്തെ കോട്സ് അക്കാഡമിയുടെ ഫൗണ്ടേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ സംഗീതത്തിൽ നിന്ന് തന്നെ ഞാൻ വളർന്നു വന്നു എന്ന് പറയാം. ഓരോ സാഹചര്യങ്ങൾ, അത് ദൈവം തന്നൊരു താലന്തായിട്ട് എനിക്ക് കാണുന്നത്. ഓരോ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി ഞാൻ ചിന്തിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് ദൈവം കൊണ്ടുവന്നത് ഞാൻ ഈ സമർപ്പണത്തോടെ ആരാധനയിലെല്ലാം പങ്കെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. സാർ അറിയപ്പെടുന്നത് കൊയർ മാസ്റ്റർ എന്ന രീതിയിലാണല്ലോ. അപ്പൊ ഈ കൊയർ തുടങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യം, അതിനുശേഷം ഉണ്ടായ ഇൻസിഡൻസ്, അതിനെക്കുറിച്ചൊക്കെ 2 വാക്ക് പറയാമോ? അതായത് പണ്ട് കൊയർ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായിരുന്നു, വളരെ ചുരുക്കം. അതായത് എല്ലാ പള്ളിയിലും കൊയർ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഈ ജർമ്മനിലൊക്കെ പോയിട്ട് വന്നിട്ട് ടീമായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. സാർ അപ്പൊ ഏത് കാലഘട്ടത്തിലാണ് ജർമ്മനിയിൽ പോയത്? 86 പോയത്. 86 നിങ്ങൾ ജനിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ആ സമയത്ത് ഇവിടെ കൊയർ എന്ന് പറഞ്ഞാൽ ശുഷ്കമായിരുന്നു. അതുപോലെ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് പള്ളിയിൽ പാടുന്നതും വളരെ ചുരുക്കമായിരുന്നു. ഞങ്ങൾ 5 പീസ് ഓർക്കസ്ട്ര ആയിരുന്നു. കീബോർഡ്, ഗിറ്റാർ, ബേസ് ഗിറ്റാർ, റിതം ഗിറ്റാർ, കമ്പോസർ, വയലിനൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കൊയർ നടത്തിയത്. അല്ലാണ്ട് ഇന്നത്തെ പോലെ ഒരു കീബോർഡ് വെച്ച് മാത്രമല്ല കൊയർ നടത്തിയത്. ഒരു 5 മെമ്പേഴ്സ് ഉണ്ടാവും പാടാനും. ഞങ്ങളൊരു 10 മെമ്പേഴ്സിൻ്റെ ടീമായിരുന്നു. അപ്പോൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണ കണ്ടിട്ട് ഓരോരുത്തർ വന്ന് വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ മെയിനായിട്ട് പെരുന്നാളുകൾ, ഓരോ ഫങ്ഷൻസ്, ഓരോ പ്രോഗ്രാമിന് വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ സത്യത്തിൽ ഞങ്ങൾ റിയലി എൻജോയ് ചെയ്യായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മിക്കവാറും എല്ലാ പള്ളികളിലും ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പോകാനും പ്രോഗ്രാം നടത്താനും സാധിച്ചിട്ടുണ്ട്. കൊയർ മാത്രമല്ല, കോഴ്സ് ഓർക്കസ്ട്ര തന്നെ ഉണ്ടായിരുന്നു. കൊയർ കൂടാണ്ട് ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗാനമേള പോലെ ഞങ്ങൾ ക്രിസ്ത്യൻ ഡിവോഷനിൽ ഒരു ഫിലിം സോങ്സൊക്കെ പ്രസൻറ്റ് ചെയ്യുമായിരുന്നു.
അതിനുശേഷമാണ് പിന്നീട് കേരളത്തിലെ ഇഷ്ടംപോലെ പള്ളികൾ കൊയറുകളായി. ഇപ്പോൾ ആ കൊയറിൻ്റെ, അതായത് സഭയുടെ മ്യൂസിക് ഡിവിഷനാണല്ലോ കെനോറോൻ്റെ ഡയറക്ടറായി. കാരണം ഇത്രയും ഈ വൈഡായിട്ട് വന്നപ്പോൾ അതിനൊരു ലീഡർഷിപ്പിന് വേണ്ടിയിട്ടാണ് സഭ ക്രമീകരിച്ച കെനോറോ. അതിൻ്റെ മുഖ്യ രക്ഷാധികാരി പരിശുദ്ധ പാത്രിക്കീസ് ബാവയും രക്ഷാധികാരി കാതോലിക്ക ബാവയും അതിൻ്റെ പ്രസിഡന്റ് അഫ്രീൻ തിരുമേനിയാണ്. ഞാനൊരു ഡയറക്ടർ നിലയ്ക്ക് ഒരു സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നു. 86 കാലഘട്ടത്തിൽ സാറ് ജർമ്മനിക്ക് കൊയറ് പാടാൻ പോയല്ലോ. അപ്പൊ ആ അന്നത്തെ കാലത്ത് അവിടെ പോയി കൊയറ് പാടാന്ന് പറഞ്ഞ ഒരു അത്ഭുതം തന്നെയാണ്. അപ്പൊ ആ ഒരു സമയത്തെ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാവോ? തീർച്ചയായിട്ടും. അതായത് എൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ ജർമ്മൻ യാത്ര. അതായത് ജർമ്മൻ ഗവൺമെൻറ് എല്ലാ വർഷവും ഓരോ രാജ്യത്തെ കൊയറ് വിത്ത് സർവീസ്, അതായത് കുർബാനയും കൊയറും കൂടെ കൂടിയിട്ട് ഒന്നിച്ച് അവർ ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അത് ജർമ്മനിലെ കൊളോണിൽ വെച്ചാണ്. അപ്പോൾ ഓരോ രാജ്യം, ഞങ്ങൾ പോകുന്നതിന് മുമ്പത്തെ വർഷം ആഫ്രിക്കയിൽ നിന്നാണ്, പിന്നെ ഓരോ രാജ്യത്തു നിന്നാണ് കൊയറുകൾ വന്നിരുന്നത്. ആ വർഷം ഇന്ത്യയിൽ നിന്നായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു കൊയർ വരാനായിട്ട് ഇവർ അന്വേഷിച്ചപ്പോൾ ഈ മൊണാസ്ട്രിയിലെ ഒരു ബിഷപ്പുണ്ട്, ഡോക്ടർ റൗഹ്. അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളൊരു അച്ഛൻ, ഡോക്ടർ ആദയ അച്ഛൻ, ഇപ്പോൾ തിയോളജിക്കൽ സെമിനാരിയിലെ പ്രിൻസിപ്പൾ, അദ്ദേഹം അവിടെ തിയോളജി പഠിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ചാർജ് ചെയ്യിപ്പിച്ചു ഇന്ത്യയിൽ നിന്ന് ഒരു കൊയർ ടീമിനെ ജർമ്മനിയിൽ കൊണ്ടുവരാം. അദ്ദേഹം വന്ന് തിരുവനന്തപുരത്ത് പോയി, കോട്ടയത്ത് പോയി, അങ്ങനെ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ പേങ്ങയുടെ മകൻ്റെ കല്യാണം എറണാകുളം സെൻറ്റ് പീറ്റേഴ്സ് നടക്കുമ്പോൾ അദ്ദേഹം അത് അറ്റൻഡ് ചെയ്യാണ്ട് വന്ന് കേട്ടപ്പോൾ ഞങ്ങളുടെ കൊയറായിരുന്നു. ഞങ്ങൾ കൊയർ കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛൻ ചോദിച്ചതാണ്, നിങ്ങൾ ജർമ്മനിക്ക് വരണ്ടോയെന്ന് ചോദിച്ചത്. ഞങ്ങൾ അതിശയിച്ചു പോയി. അന്നേരം അച്ഛൻ സാഹചര്യങ്ങൾ പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ പാസ്പോർട്ടൊക്കെ റെഡി ആയിക്കോ. പെട്ടെന്ന് അച്ഛൻ അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ കളിയാക്കുന്നതായിട്ടുള്ള ഫീൽ വന്നു. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ അതിശയിച്ചു പോയി. ജർമ്മനിക്ക് വന്നിട്ടുണ്ടോ ഇങ്ങനെ കൊയറ് പാടാന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ നമ്മൾ വണ്ടർ അടിക്കില്ല. കാരണം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. അത് കഴിഞ്ഞ് ഞങ്ങൾ പാസ്പോർട്ടെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വന്നു, ഈ വർഷത്തെ ഗവൺമെൻറ് ഫണ്ട് തീർന്നു, അതുകൊണ്ട് ഈ വർഷം പ്രോഗ്രാം നടക്കില്ല. ഞങ്ങൾ ഡിസപ്പോയിൻറ്റഡായി. ദൈവം എത്ര ഒരുങ്ങിയിട്ട് ഒന്നും നടക്കില്ലെന്ന്. പക്ഷേ നെക്സ്റ്റ് ഇയർ ഇതുപോലെ തന്നെ അവർക്ക് മെയിൽ വന്നു, നിങ്ങൾ റെഡി ആയിക്കോളൂ, എല്ലാവർക്കും വിസ അയച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം റെഡി ആയിട്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. വിസ വന്നു. ഞങ്ങൾ 15 പേരുണ്ടായിരുന്നു. ഞാനായിരുന്നു കൊയറിൻ്റെ ലീഡർ. ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് പോയിട്ട് ബോംബെയിൽ നിന്ന് നേരെ ഫ്രാങ്ക്ഫർട്ട്. ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയ ശേഷം ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായിട്ടാണ് ഞങ്ങളവിടെ താമസിച്ചത്. ഞങ്ങൾ എവിടെ താമസിക്കുന്ന പോലും ഞങ്ങൾക്ക് അറിയില്ല. അത് അവിടുത്തെ ഗവൺമെൻറ് റോയൽ പാലസിൽ താമസിച്ചു. ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും, അതായത് ജർമ്മനിൽ മ്യൂണിച്ച്, റെയിൻസ്ബർഗ്, അതുപോലെ ഡ്യൂസൽഡോഫ്, ഇവിടെയൊക്കെ കറങ്ങാനായിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. ഇതുകൂടാതെ മെയിൻ പ്രോഗ്രാം കൊളോൺ ഡോം ചർച്ചിൽ വെച്ചായിരുന്നു. അത് ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ആ സമയത്ത് കുർബാനയും ഞങ്ങളുടെ കൊയറെല്ലാം ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്തു. അത് കേട്ടുകൊണ്ട് മലയാളികൾ ഒത്തിരി പേര് ഓൺ ദ സ്പോട്ടിൽ ഈ പള്ളിയിലെത്തി. അതൊരു മീഡിയ വന്നതിന് ഞങ്ങളോട് സംസാരിക്കുകയോ ചെയ്തു. അന്ന് പേപ്പറിലൊക്കെ വന്നു, അവിടുത്തെ ജർമ്മൻ പേപ്പറിലൊക്കെ വന്നു. ഇതിന് ശേഷം ഞങ്ങൾ ജർമ്മനിയിൽ നിന്ന് പോകുന്നതിന് ശേഷം ഒരു 10 വർഷം BBC ഇത് അറിഞ്ഞ് BBC രണ്ടാമത് ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ വെർട്ടിക്കൽ സെമിനാരിൽ വന്ന് ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തു. ഞങ്ങളുടെ അന്നത്തെ ജർമ്മനിലെ എക്സ്പീരിയൻസും കാര്യങ്ങളും പ്രോഗ്രാമിനെ പറ്റി ഇൻ്റർവ്യൂ ചെയ്തിട്ട് രണ്ടാമത് BBC അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരു അവസരം കൂടെ കിട്ടി. അത് ജീവിതത്തിലെ വലിയൊരു നേട്ടമായിട്ട് തന്നെ കാണുന്നത്. കാരണം ഒരു കൊയറിനെ ബേസ് ചെയ്തുകൊണ്ട് ജർമ്മൻ ഗവൺമെൻറ്, പിന്നെ അത് BBC ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, അതൊക്കെ കിട്ടുന്ന അവസരങ്ങൾ തീർച്ചയായിട്ടും. അങ്ങനെ ഞങ്ങൾ 10 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. 10 ദിവസം ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ വന്നു എന്ന് അറിഞ്ഞ് മലയാളി അസോസിയേഷൻ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ ഒരു പ്രോഗ്രാം തന്നു. അത് ഞങ്ങൾ പ്രസന്റ് ചെയ്തിട്ട് വന്നു. അപ്പോൾ രസം എന്തല്ല, ഇവിടെ നിന്നുള്ള തബലയൊക്കെ കണ്ടിട്ട് അവിടെയുള്ളവർ വന്ന് ഞങ്ങൾ വട്ടം കൂടി അതൊക്കെ മേടിച്ചു. ഞങ്ങളുടെ അടുത്ത് മേടിച്ചിട്ട് അവർ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു എമൗണ്ട് തന്നു. ഈ ജർമ്മനിൽ ചെന്നതിൻ്റെ എക്സ്പെൻസ് കംപ്ലീറ്റ് അവർ മീറ്റ് ചെയ്തു. അതിന് ശേഷം ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്
പെർ ഹെഡ് പോക്കറ്റ് മണിയായിട്ട് നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് തന്നു. സാറ് നല്ലൊരു മ്യൂസിക് കമ്പോസർ കൂടിയാണല്ലോ. ഡിവോഷണൽ സോങ്സിന് പുറമെ മറ്റ് സോങ്സ് കമ്പോസ് ചെയ്യാറുണ്ടോ? അതുപോലെ ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത സോങ് ഏതാണ്? തുടക്കത്തിൽ ഒരു സാഹചര്യം കിട്ടിയത് നമ്മുടെ ആരാധനയിൽ പാടാതെ കിടക്കുന്ന കുറേ പാട്ടുകളുണ്ടായിരുന്നു അന്ന്. അതായത് പരിശുദ്ധാലയമുള്ളിൽ, മൂശാലോഹോ, അങ്ങനെ കുറേ പാട്ടുകൾ ഇങ്ങനെ ബുക്കിലുണ്ടെങ്കിലും കാര്യമായിട്ട് ആരും പാടുന്നില്ല. അപ്പോൾ പാട്ട് ഞാൻ വെറുതെ ഒന്ന് ഈണമിട്ട് നോക്കി, കൊള്ളാൻ തോന്നി. അപ്പോൾ ഞാൻ അവിടെ പള്ളിയിൽ അന്നത്തെ കൊയർ മാസ്റ്റർക്ക് പ്രസൻറ്റ് ചെയ്തു. അദ്ദേഹം അത് എടുത്തു, അത് പള്ളിയിൽ ആരാധനയിൽ പാടി തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വേറൊന്നുമല്ല, നമ്മൾ ഓരോ പ്രാവശ്യം പാടുമ്പോഴും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്, അതിനുള്ളൊരു ഈണം നൽകുന്നത് വലിയ അനുഗ്രഹം തന്നെയാണ്. ഇപ്പം ആരാധനയുടെ മിക്കവാറും ഗാനങ്ങൾ, അതായത് യാചിക്കേണ്ടും, അൻപൊടിയോനെ, അങ്ങനെ മിക്കവാറും എല്ലാ പാട്ടുകൾക്കും ഞാൻ ഈണം നൽകിയിട്ടുണ്ട്. പല ട്യൂണുകളുണ്ട്. ഞാനിപ്പോൾ ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അപ്പോൾ സ്റ്റുഡൻസ് എന്നോട് പലപ്പോഴും പറയും, സാറേ ആ പാട്ടിൻ്റെ ട്യൂണിൽ ഒന്ന് നോട്ട്സ് എഴുതി തരാമെന്ന് ചോദിക്കും. ഞാൻ എഴുതി കൊടുത്തിട്ട് അവരോട് ഇത് ആരാ കമ്പോസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല. അപ്പോൾ ഞാൻ ആണ് എന്ന് പറയുമ്പോൾ അവർക്കുണ്ട് അതിശയം, ഭയങ്കര അതിശയമാണ്. വേറൊന്നുമില്ല, എന്നെ പഠിപ്പിക്കുന്ന സാറാണിത് മ്യൂസിക്, കാരണം അവർ ആരാധന നിത്യം പാടുന്നതല്ലേ. ഈ പാട്ടൊക്കെ സാറ് ചെയ്യുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളൊരു പരിഭവം അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ ഭക്തിഗാനത്തിലേക്ക് വരുന്നത്, ഈ പറഞ്ഞ പോലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് ഇതുപോലെ തന്നെ എഴുതുന്നവരുണ്ട്, പാടുന്നവരുണ്ട്. അവർ പാട്ടുകൾ എഴുതിക്കൊണ്ടുവന്ന് തന്ന് ട്യൂൺ ചെയ്ത് അങ്ങനെ പാടി ആൽബമാക്കി. അങ്ങനെ 100-150ഓളം പാട്ടുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ പുത്തൻകുരിശ് കൺവെൻഷൻ്റെ പാട്ടുകൾ ഏതാണ്ട് ഒരു 10-80 പാട്ടുകൾ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. സാർ കൂടുതലും നൈറ്റ് ആണോ അതോ ഡേ ടൈമിലാണോ കമ്പോസിങ് ചെയ്യാറ്? അതായത് ഫ്രീ ആയിരിക്കണം എനിക്ക്. അതായത് ആരെയും ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഞാൻ ഭക്ഷണം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 11 മണി കഴിഞ്ഞിട്ടാണ് കമ്പോസ് ചെയ്യാനിരിക്കാറ്. കാരണം ആരും എൻ്റെ അടുത്ത് മിണ്ടാനോ ഒന്നിനും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ സമയത്ത് വിളിക്കുന്നത് പോലും ഇഷ്ടമല്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 11 മണി കഴിഞ്ഞിട്ട് ഇരിക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് മിക്കവാറും നേരം വെളുക്കുമ്പോൾ ആ പാട്ട് എൻ്റെ മനസ്സിൽ വരുവാണെങ്കിൽ അത് ക്ലിക്കാവുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം, ഒരു പ്രാവശ്യം പാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മോൻ അതിലേ പോകുന്നുണ്ടായിരുന്നു. ആ 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഞാൻ കമ്പോസിങ് കഴിഞ്ഞിട്ട് നേരം എടുത്തപ്പോൾ എനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സുഖമായല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുമ്പോൾ ഇവൻ ഈ പാട്ട് പാടിക്കൊണ്ട് കിടക്കുക, ഞാൻ ചെയ്ത പാട്ട്. അപ്പോൾ എനിക്ക് തന്നെ സംതിങ് അതിലുണ്ട്. രണ്ടാമത് ആ പാട്ടെടുത്ത് ഞാൻ ഒന്നും കൂടെ തെളിച്ചപ്പോൾ മനോഹരമായി. അതാ പറഞ്ഞേ, ഓരോ നിമിത്തമാണ് ഓരോ പാട്ടുകൾ ചെയ്യാനുള്ള സാഹചര്യം, ചെയ്തു കഴിയുമ്പോൾ ഉള്ള കിട്ടുന്ന ഫീലിങ്ങും എല്ലാം ഓരോ പാട്ടിൻ്റെ. ഞാൻ മിക്കവാറും ട്യൂണിട്ടിട്ട് പാട്ട് ചെയ്യാറില്ല. ലിറിക്സ് കിട്ടിയിട്ട് ആ ലിറിക്സ് വായിച്ചിട്ട് അതിൻ്റെ ഫീലിംഗ് എന്താണെന്ന് നോക്കിയിട്ടാണ് ഞാൻ കമ്പോസ് ചെയ്യാറ്. സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് ചെയ്താൽ ശരിയാവൂല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ കമ്പോസ് ചെയ്യുന്നതിൽ? ചില പാട്ടുകൾ പൊളിച്ച് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താ പറയുക, നമുക്ക് തന്നെ തൃപ്തിയാവാത്ത സാഹചര്യത്തിൽ അത് പാട്ട് രണ്ടാമത് റീവർക്ക് ചെയ്യും. ഇനി സാറിനെ കുറച്ചുകൂടെ ഒന്ന് പേഴ്സണലി പരിചയപ്പെടാം. സാറിന്റെ ഫാമിലിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്, അവരൊക്കെ എന്ത് ചെയ്യുക? ഭാര്യ, മകൻ, ഒരു മകനുള്ളൂ. ഭാര്യ ഷീസ് എ മ്യൂസിക് ടീച്ചർ, ഡിപ്ലോമ ഇൻ മ്യൂസിക്. അപ്പൊ ആള് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള? അതെ, ഇത് എൻ്റെ ബാല്യകാല സുഹൃത്തെന്ന് പറയാം. ചെറുപ്പം തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് വളർന്നു വന്നാണ്. പിന്നെ ജീവിതത്തിൽ ഞങ്ങൾ ഒന്നിച്ചായി. ഒരു മകനുണ്ട്, മകൻ ജോലി ചെയ്യുന്ന, അവൻ ജൂനിയർ എഞ്ചിനീയറാണ്. അവന് സംഗീതത്തിൽ താല്പര്യമുണ്ടെങ്കിൽ എന്നെ പോലെ അങ്ങോട്ട് പ്രാന്തില്ല, അങ്ങനെ മരിച്ചു കിടന്ന സ്വഭാവമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുപ്പം തൊട്ടിങ്ങനെ സംഗീതം കേട്ട് ഞാൻ അവിടെ ഓടിയെത്തും. അപ്പോൾ സംഗീതത്തിൻ്റെ പരിപാടി എവിടെ ഉണ്ടോ അവിടെ ഓടിയെത്തി അതിനോട് സഹകരിക്കുക, കേൾക്കുക, അനുകരിക്കുക. അതായത് നെൽസൺ മണ്ടേല ജയിലിൽ നിന്ന് വിമോചിതനായപ്പോൾ 1000 പേരെ ഒരു കൊയർ നടത്തി, ദേവരാജൻ മാഷ നടത്തി. അത് മഹാരാജ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു. ഇത് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് എങ്ങനെ 1000 പേരെ കൊയർ നടത്തുന്നതാണ് എനിക്ക് സംശയം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കണം. അതിന് CSCയിൽ വെച്ചാണ് പ്രാക്ടീസ്, ഓൺലി
10 മെമ്പേഴ്സ്, 10 പേരെയാണ് സാറ് പഠിപ്പിച്ചത്, ദേവരാജ മാഷ പഠിപ്പിച്ചത്. അന്ന് വേണി ഒക്കെ ആയിരുന്നു ഓർക്കസ്ട്ര, വേണി സാറിനൊക്കെ ആയിരുന്നു. അപ്പോൾ ആ 10 പേരെ പഠിപ്പിച്ചവർ 10 ഡിവൈഡ് ചെയ്ത് 100 പേര് പഠിപ്പിക്കും. എന്നിട്ട് മഹാരാജ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് ഈ 1000 മെമ്പേഴ്സിൻ്റെ ഒരു കൊയർ അടുത്ത്, അതായത് ഞാൻ അതിശയിച്ചു പോയതാണ്. അതിൻ്റെ ഓർഗനൈസ് ചെയ്തേണം. മണ്ടയിലെ ജയിൽ വിമോചനം 7 വർഷം ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ 10-20 വർഷമായിട്ടുണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ടായിട്ട് നമ്മുടെ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച നമ്മുടെ കേരള ഗവൺമെൻറ്റാണ് അത് നടത്തിയത്. അപ്പോൾ അതിൻ്റെ പുറകിൽ എങ്ങനെ ഇത് പ്രാബല്യത്തിലാകും എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ കുറേ എക്സ്പീരിയൻസ്. ഞാൻ ഇങ്ങനെ 1000 പേരെ കൊയർ നടത്താനായിട്ട് പുത്തൻകുരിശൊക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഇതൊക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൈഫ് ടീച്ചറാന്ന് പറഞ്ഞല്ലോ, മ്യൂസിക് ടീച്ചറാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് സാറും ടീച്ചറും കൂടി ഇരുന്ന് കമ്പോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാനും വൈഫും ഇരുന്ന് കമ്പോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഞാൻ കമ്പോസ് ചെയ്ത് പുള്ളിക്കാരത്തിനെ കേൾപ്പിക്കും. അപ്പോൾ ചിലപ്പോൾ പറയാം, ആ ഭാഗങ്ങൾ ഒന്നും കൂടെ ഭംഗിയാക്കാം എന്ന് പുള്ളിക്കാരത്തി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് ചെയ്തിട്ടുമുണ്ട്. അല്ലാണ്ട് അത് മോശമാണെന്നായിട്ടല്ല പറയണേ, അതൊന്നും കൂടെ ഭംഗിയാക്കാം, അവിടെ കുറച്ചും കൂടെ പ്ലാൻ ഇടാം, അതിന് ആ വേർഡിൻ്റെ സിങ്കിങ് നമുക്ക് ഇങ്ങനെയാക്കാം. അങ്ങനെ ഒത്തിരി സജഷൻസ് ഒക്കെ പുള്ളി പറയാറുണ്ട്. പുള്ളിക്കാരത്തി കൊള്ളാമെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് സംശയം ഉണ്ടാവില്ല. കാരണം എന്നെക്കാളും കർണാടക സംഗീതത്തിൽ പുള്ളിക്കാരത്തി ഗ്രാഹ്യമുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഞാൻ രാഗങ്ങളൊക്കെ ഒരു ഡൗട്ട് ചോദിക്കും. ഞാൻ കർണാട്ടിക് ബേസിക്കായിട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ മനസ്സിലാവും, എനിക്കറിയാം. പക്ഷെ ചില സംശയങ്ങൾ പുള്ളിക്കാരത്തോട് ചോദിച്ചിട്ട് തന്നെ ഞാൻ ചെയ്യാറുണ്ട്. മനസ്സിലായി. മ്യൂസിക് ഫീൽഡ് തന്നെ പരസ്പരം ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാലത്തിലെ എന്തെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് കൊയറുകളൊക്കെ ചെയ്യാറുണ്ടോ? ഇഷ്ടംപോലെ ഞങ്ങൾ ഒന്നിച്ച് പാടാൻ പോയിട്ടുണ്ട്, ഇതിനു മുമ്പും പാടാൻ പോയിട്ടുണ്ട്. ദൈവം അതാ പറഞ്ഞേ, ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നത് ഈ സംഗീതം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യന് മാത്രം കൊടുത്ത ഒരു ഗിഫ്റ്റാണ്. അത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ഇതൊക്കെ പക്ഷി പാടിയെന്ന് പറയും, പക്ഷി കൂവുന്നുള്ളൂ, പക്ഷേ അത് പാടി ദൈവത്തെ സ്തുതിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. അപ്പോൾ ഞാൻ അന്നും ഇന്നും ഞാൻ ആരാധനയിൽ കൂടെ കാണുന്നത് ദൈവസ്തുതി തന്നെയാണ്. ഞാൻ ക്രിസ്ത്യൻ ഡിവോഷനിൽ മാത്രമേ കമ്പോസ് ചെയ്തിട്ടുള്ളൂ. വേറെ 1-2 നാടകത്തിന് ഞാൻ കമ്പോസ് ചെയ്തില്ല, എനിക്ക് തൃപ്തി തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ വൈഡായിട്ട് ഞാൻ അങ്ങോട്ട് കമ്പോസ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയിട്ടുമില്ല. ഭക്തിഗാനങ്ങൾ എന്ത് കിട്ടിയാലും ഞാൻ ചെയ്യും, അത് എൻ്റെ ഒരു കടമയായിട്ട് തന്നെ ഞാൻ കാണുന്നത്. സാറിൻ്റെ പ്രൊഫഷൻ മ്യൂസിക് തന്നെയായിരുന്നു അതോ മറ്റെന്തെങ്കിലും പ്രൊഫഷൻ ഉണ്ടായിരുന്നോ? കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് ആദ്യം പോയത് മെഡിക്കൽ റെപ്പായിട്ടായിരുന്നു. ഞാൻ സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു പ്രീ ഡിഗ്രിക്ക്. അതായത് മെഡിക്കൽ റെപ്പിൻ്റെ ഫീൽഡ് ഒരു 4 വർഷം വർക്ക് ചെയ്തതിനു ശേഷം ട്രാൻസ്ഫർ കിട്ടി, ഹൈദരാബാദ് ട്രാൻസ്ഫർ കിട്ടി. ഞാൻ റിസൈൻ ചെയ്ത് പോന്നു. പിന്നീട് പോകുന്നത് കൊച്ചി കസ്റ്റംസ് ഹൗസ്, അതായത് ഷിപ്പിംഗ് ഏജൻസിയിലായിരുന്നു 28 വർഷം. അത് സത്യത്തിൽ എനിക്ക് മ്യൂസിക്കിലേക്കും വരാനുള്ള ഒരു അവസരങ്ങൾ ഒരുക്കി. കാരണം ഈ കസ്റ്റംസിൽ തന്നെ ഒത്തിരി ഓഫീസേഴ്സ് മ്യൂസിക്കിൽ ഭയങ്കര താല്പര്യമുള്ളവരുണ്ടായിരുന്നു, അവരായിട്ട് കമ്പനി കിട്ടി. അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ കസ്റ്റംസ് മുടക്കാറുണ്ട്. വീട്ടിലെനിക്ക് ക്ലാസ്സിന് തുടങ്ങാനായിട്ട് സൗകര്യം കിട്ടി. കാരണം വീട്ടിൽ സാറ്റർഡേ ഒരു ചെറിയ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് ഇസ്ലാം മീഡിയയുടെ മാനേജിങ് ഡയറക്ടർ ജോൺസൺ അടക്കം എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നത്. നിക്കറിട്ട് കിടക്കുന്ന പ്രായത്തിൽ അപ്പം കൊണ്ടുവന്ന് ആക്കുന്നത് പള്ളിപ്പാട്ട് എന്തെങ്കിലും പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം കീബോർഡ് പഠിച്ചു, പിന്നെ അതിന് ശേഷം വയലിൻ പഠിച്ചു. ഇപ്പോൾ വായിക്കാത്ത ഇൻസ്ട്രുമെൻ്റില്ല, ആട് പുലിയായിട്ടല്ല നിൽക്കുന്നത്. അങ്ങനെ ഓരോരുത്തർ വന്നു, ഓരോരുത്തർക്ക് ഓരോ സാഹചര്യം അനുസരിച്ച് വളരാനായിട്ട് സാഹചര്യങ്ങൾ ദൈവം എനിക്കും തന്നു, അവർക്കും കൊടുത്തു. ഇനി വരുന്ന തലമുറയ്ക്ക് നല്ലൊരു നിലവാരത്തിൽ, അതായത് ലോക നിലവാരത്തിലൊരു സംഗീതത്തിൻ്റെ ഒരു തലം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ കോഡ്സ് അക്കാഡമി മുന്നോട്ട് കൊണ്ടുവന്നത്. അതായത് എൻ്റെ തുടക്ക കാലഘട്ടത്തിൽ എന്നെ ഡിസ്കറേജ് ചെയ്യുക, എൻ്റെ ഫാമിലി അടക്കം, അതായത് എൻ്റെ പാരൻസ്, എൻ്റെ ഫാമിലി എന്ന് ഉദ്ദേശിച്ചാൽ എൻ്റെ പാരൻസ് എന്നെ ഡിസ്കറേജ്. കാരണം സംഗീതം കൊണ്ട് നടന്നാൽ ജീവിക്കാൻ പറ്റില്ല, നീ അതിന് പണിക്ക് പോകണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള വീട്ടുകാരെന്നെ അഡ്വൈസ് ചെയ്ത്. പക്ഷേ ഈ സംഗീതത്തിന് നിലവാരമുണ്ട്, സംഗീതത്തിന് ഒരു ഉയർച്ചയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത് ഈ ലോക നിലവാരത്തിലേക്ക് ട്രിനിറ്റിയുടെ കാര്യങ്ങൾ വന്നപ്പോൾ വേൾഡ് വൈഡ് സംഗീതത്തിൻ്റെ ക്വാളിറ്റി. കാരണം ജർമ്മനി ചെന്നപ്പോഴാണ് സത്യത്തിൽ മനസ്സിലായി ഈ സംഗീതജ്ഞന്മാർക്കുള്ള വില. അതുപോലെ ഞാൻ പല നാടുകളിലും പോയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് അല്ല നമ്മൾ പുറത്ത് ചെല്ലുമ്പോൾ കിട്ടുന്നത്. ഒരു മ്യൂസിഷ്യനാന്ന് പറയുമ്പോഴത്തേ അവരെ ജസ്റ്റ് വാട്ട് ഇസ് യുവർ പ്രൊഫഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റംസിൽ, അതായത് ഞാൻ US ലാസ്റ്റ് പോയ US
അപ്പോൾ അവർക്ക് തോന്നിയത് ഞാൻ തിരിച്ചു പോരുന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ മ്യൂസിഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നമ്മളൊന്ന് ഒരു ആരാധനാ മനോഭാവത്താണ് അവർ കാണുന്നത്, വേറൊന്നുമല്ല. അപ്പോൾ ആ സംഗീതത്തിൻ്റെ വിലയൊക്കെ മനസ്സിലാക്കുന്ന പല രാജ്യങ്ങളിൽ ചെന്നപ്പോഴാണ്. അപ്പോൾ ഈ സംഗീതത്തിൻ്റെ വഴിയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ വേണ്ട വിധത്തിൽ വിനിയോഗിച്ച് തന്നാൽ നല്ല ഉയർച്ച ഉണ്ടാവും എന്നൊരു കാലഘട്ടം. അത് ഒരു 50 വർഷത്തിന് മേലെ സാർ ഓൾറെഡി ഈ ഫീൽഡിൽ വന്നിട്ട് സ്റ്റിൽ എങ്ങനെ ഈ ഒരു എനർജി കണ്ടിന്യൂ ചെയ്തു പോകുന്നു? അതായത് സംഗീതം പഠിക്കാനായിട്ട് വരുന്നവരെല്ലാവരും ശിഷ്യന്മാരാണ്. അതിൽ പലർക്കും പല കഴിവുകളുള്ളവരുണ്ട്. ചിലർക്ക് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും, എളുപ്പത്തിൽ പഠിക്കുന്നവരുണ്ട്, വളരെ ബുദ്ധിമുട്ടി പഠിക്കുന്നവരുണ്ട്. അതായത് പണ്ട് കാലങ്ങളിൽ പഠിക്കണം എന്ന് വിചാരിച്ച് വരുന്ന കുട്ടികളുണ്ട്, അത് പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികളുണ്ട്. ഇന്ന് പാരൻസിന് നിർബന്ധിച്ച് പഠിക്കണമെന്നും പറഞ്ഞ് ഉന്തി വിടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ മനസ്സിലാക്കാം, അതായത് സ്വയം താല്പര്യത്തോടെ വന്നാൽ മാത്രമാണ് ഇത് പഠിച്ചെടുക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുള്ളൂ. നമ്മൾ ഉന്തി മരം കയറ്റി ഒന്നും നടക്കില്ലല്ലോ, അതുപോലെ തന്നെ. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, പണ്ടത്തെ കാലത്തേക്കാളും ഒത്തിരി സാഹചര്യങ്ങളും എല്ലാം ഈ വളർന്ന ഈ സമയത്ത് സംഗീതത്തിൻ്റെ വില അപാരമാണ്. അത് ഞാൻ പറയാം, കമ്പ്യൂട്ടർ നോളജ് മ്യൂസിക്കിനുണ്ടെങ്കിൽ ഞാൻ പറയാം വേറൊരു ജോലിക്ക് പോകണ്ട. ഇത് നമ്മൾ മറ്റുള്ള ജോലിക്ക് പോയിട്ട് കിട്ടുന്നതിൽ ഏൺ ചെയ്യാൻ സാധിക്കും സെൽഫായിട്ട് നമ്മൾ ഈ മ്യൂസിക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ. അത് നോളജ് വേണം, എഡ്യൂക്കേഷൻ വേണം, കമ്പ്യൂട്ടർ നോളജ്, മ്യൂസിക് നോളജ്. നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാവുന്ന ഒത്തിരി സോഴ്സുകളുണ്ട്. നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻസ് ഒത്തിരി ഉണ്ട്. ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ള ഏൺ ചെയ്യുന്നത്, ഇപ്പോൾ ഡോക്ടേഴ്സ് ഏൺ ചെയ്യുന്നതിൽ കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കൊറോണ വന്ന സമയത്ത് കലാകാരന്മാർക്കെല്ലാവർക്കും അടി കിട്ടിയ സമയമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ഡെവലപ്മെൻ്റ് ഏരിയയായി. കാരണം ഓൺലൈൻ സ്റ്റുഡൻസ് എനിക്ക് വളരെയധികം വന്നു. ഓൾ ഓവർ ദി വേൾഡ്, ലോകം മുഴുവൻ എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ഈവൻ ചൈനയിൽ വരെയുണ്ട്. മിക്കവാറും ഈ രാജ്യങ്ങളിൽ പോകാനൊക്കെ സാഹചര്യം കിട്ടിയത് ഇങ്ങനെയാണ്. അതായത് സംഗീതത്തിൻ്റെ ആ പവർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കാത്ത തലത്തിലേക്ക് എത്താൻ സാധിക്കും. കാലത്തിനനുസരിച്ച് സാർ ഇങ്ങനെ മാറിക്കൊണ്ട് തന്നെ ഇരിക്കും. അതാണ് എൻ്റെ എനർജി. കാരണം നമ്മൾ കിട്ടുന്നതെല്ലാം നമ്മൾ വിനിയോഗിക്കാൻ ശ്രമിക്കുക, നമ്മൾ കിട്ടുന്നതെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതായത് വരുന്നവർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, അപ്പോൾ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അവന് കൊടുക്കാവുന്ന മാക്സിമം നമ്മളിൽ ഉള്ളത് കൊടുക്കുക. വിദ്യ കൊടുക്കും തോറും ഏറിയിടുന്നുള്ള സത്യം തന്നെയാണ്. ഞാൻ പഠിപ്പിച്ചാണ് ഞാൻ ഡെവലപ്പ് ചെയ്തതെന്ന് പറയാം. സത്യം തന്നെയാണ്, തുറന്ന് പറയാം. ഓരോ കുട്ടികളിൽ നിന്നും ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ട്. അവൻ എന്തുകൊണ്ട് അത് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ടീച്ചർക്ക് ഉണ്ടെങ്കിൽ അതൊരു ക്വാളിറ്റിയാണ്. അങ്ങനെ നമ്മൾ ജീവിതത്തിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് ഒരു കൊച്ചുകുട്ടിയോട് ക്ലാസ് എടുക്കുമ്പോൾ കിട്ടുന്ന ആ മൈൻഡ് ഞാനൊരു 18-20 വയസ്സുകാരൻ്റെ മൈൻഡിലേക്ക് ഞാൻ പോകുന്നത്. അത്ര യങ്ങായിട്ട് പോകുന്നത്. എനിക്കിപ്പോൾ ആ കുട്ടിയോട് മിങ്കിൾ ചെയ്യുക, അവരോട് സംസാരിക്കുക, അവരുടെ കൂടെ നമ്മളൊരു സോങ് പ്രസൻറ്റ് ചെയ്യുക, ആ കിട്ടുന്ന സന്തോഷം ഒരിക്കലും വേറൊരു കമ്പനി കൂടിയാലും എത്ര പേരെ കൂടിയാലും കിട്ടില്ല. അപ്പം നമ്മുടെ കൊയർ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് മാസ് കൊയർ എല്ലാവരും ഒരുമിച്ച് പാടുന്നത് കിട്ടുന്ന ഹാർമണി, അത് എല്ലാവരും കൂടി ചേർന്ന് കിട്ടുന്ന ഒരിക്കലും നമുക്ക് വേറെ എങ്ങും പോയാൽ കിട്ടില്ല. അതൊക്കെയാണ് നമുക്ക് ഇതിനോടുള്ള ആ ലഹരിയും താല്പര്യവും നമ്മൾ നിലനിർത്തുന്നത്. ഇതിനോടൊരു ചോദ്യം, ഈ പണ്ട് കാലത്ത് നമുക്ക് ഇൻസ്ട്രുമെന്റ്സിന്റെ ഇത് വളരെ കുറവായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയാണ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കീബോർഡ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. കൊയറിലും പിന്നെ കീബോർഡ് മാത്രമായി. പണ്ട് ഈ കൊയറിൽ കീബോർഡ് ഇല്ല, ഹാർമോണിയം, തബല, ഗിറ്റാർ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കീബോർഡ് മാത്രമായിട്ട് വന്നു. പക്ഷെ അതിനൊരു നിലവാരത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റി. വേറൊന്നുമല്ല, നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എല്ലാം കൂടിയുള്ള ഒരു ഓർക്കസ്ട്ര സൈഡ് ആ കീബോർഡിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡ് മെലഡി ഉണ്ട്. രണ്ടും കൂടെ നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഡ്രൈവറെ പോലെ നമ്മൾ കൺട്രോൾ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെല്ലാം കമ്പൈൻ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഒരു കീബോർഡ് കൊണ്ട്. സാറിന്റെ സംഗീതത്തിന്റെ മനോഹരമായ യാത്രയെക്കുറിച്ച് സാം സ്റ്റോക്സിനോട് പങ്കുവച്ചതിൽ ഒത്തിരി നന്ദി. ഇനിയും സാറിന്റെ സംഗീത യാത്ര ഒത്തിരി ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അതുപോലെ തന്നെ സാംസ് മീഡിയയിൽ വരാനും നിങ്ങളോട് സഹകരിക്കാനും സാധിച്ചതിൽ ഒത്തിരി നന്ദി പറയുന്നു. സാംസ് മീഡിയ ഒത്തിരി ഉന്നതങ്ങളിലേക്ക് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.